കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഭിന്നശേഷിക്കാർക്ക് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റും UD-ID കാർഡും ലഭ്യമാക്കുന്നതിനുള്ള ക്യാമ്പ് ഉദുമയിൽ നടന്നു. ഭിന്നശേഷി സൗഹൃദ കേരളത്തിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ഭിന്നശേഷി സൗഹൃദ കേരളത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റും UD-ID കാർഡും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഭിന്നശേഷിക്കാർക്കുള്ള ക്യാമ്പ് ഉദുമ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും സാമൂഹ്യ നീതി വകുപ്പും ആരോഗ്യവകുപ്പും LSGDയും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് ഉൾപ്പെടുന്ന ഉദുമ, പള്ളിക്കര, അജാനൂർ, പുല്ലൂർപെരിയ എന്നീ പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരാണ് ക്യാമ്പിൽ എത്തിച്ചേർന്നത്. അപേക്ഷകൾ പെട്ടെന്ന് തീർപ്പാക്കാനും എത്രയും പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റും UD-ID കാർഡും നൽകാൻ ഇത്തരം ക്യാമ്പിലൂടെ സാധിക്കുമെന്നും കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കോർഡിനേറ്റർ മുഹമ്മദ് അഷ്റഫ് പറഞ്ഞു. കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും സാമൂഹ്യനീതി വകുപ്പും ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ LSGD ഒക്കെ സംയുക്തമായി നടത്തുന്ന ഈ ക്യാമ്പ് നിലവിൽ നമുക്ക് ജില്ലാ ഹോസ്പിറ്റലിലും ജനറൽ ഹോസ്പിറ്റലിലും മന്ത്ലി ഒരു ക്യാമ്പ് ഉണ്ട്. പക്ഷേ അവിടെ ആളുകളെ വിളിക്കുന്നതിൽ ലിമിറ്റ് ഉണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് വന്നിരിക്കുന്ന എല്ലാ അപേക്ഷയും പെട്ടെന്ന് തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വികേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ ബ്ലോക്ക് തലത്തിലാണ്. ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് കാഞ്ഞങ്ങാട് ബ്ലോക്കിൽ വരുന്ന പള്ളിക്കര, ഉദുമ, അജാനൂർ, പുല്ലൂർപെരിയ പഞ്ചായത്തുകളിലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ട്. രാവിലെ തന്നെ നല്ലൊരു ഇതാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവർക്ക് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റും UD-ID കാർഡും കൊടുക്കാൻ പറ്റും എന്നുള്ള ഉത്തമ ബോധത്തോടു കൂടിയാണ് ഈ ക്യാമ്പ് ചെയ്യുന്നത്. ബ്ലോക്ക് തലങ്ങളിൽ ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിലൂടെ കൂടുതൽ അപേക്ഷകൾ സ്വീകരിക്കുവാനും 3 മാസത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കുവാനും സാധിക്കുമെന്നും ക്യാമ്പിനെത്തിയവർ പറഞ്ഞു. കാഞ്ഞങ്ങാട് ജില്ലാശുപത്രിയിലും കാസർഗോഡ് ജനറൽ ആശുപത്രിയിലാണ് നിലവിൽ മെഡിക്കൽ ബോർഡ് ഉള്ളത്. അതൊരു മാസത്തിൽ 1-2 നടത്താറുള്ളൂ. അപ്പോൾ ഈ ബ്ലോക്ക് ലെവലിൽ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ അപേക്ഷ നമുക്ക് ഒരുപാട് തീർപ്പുണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ക്യാമ്പ് നടത്തുമ്പോൾ ഒരു 200 പേരുള്ളതാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് ഒരുപാട് ഡിസേബിലിറ്റിയുടെ അപേക്ഷയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ പോലെയല്ല, കുറേ ഡിസേബിലിറ്റിൻ്റെ വിഭാഗം കൂടിയത് കാരണം ഒരുപാട് അപേക്ഷ ഇല്ലതുകൊണ്ട് അത് തീർപ്പാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ബ്ലോക്ക് ലെവലിൽ ക്യാമ്പ് നടത്തുന്നത്. ഇങ്ങനെ ക്യാമ്പ് നടത്തുമ്പോൾ കുറേ ആളുകൾക്ക് ഉപകാരപ്പെടും. അപേക്ഷിച്ചിട്ട് നമുക്കൊരു 3 മാസം കൊണ്ടെല്ലാം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇങ്ങനെ ക്യാമ്പ് നടത്തിയില്ലെങ്കിൽ വർഷങ്ങളോളം കാത്തിരിക്കണം, 1 വർഷം 2 വർഷം. അതിലിപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഒരു മാസത്തിൽ 4 മെഡിക്കൽ ബോർഡെല്ലാം നടക്കുന്നതുകൊണ്ട് അവിടെ കുറച്ച് കുറവായിട്ട് കാണുന്നുണ്ട്. കാഞ്ഞങ്ങാട് ജില്ലാശുപത്രിയിൽ അങ്ങനെ നടത്താൻ പറ്റുന്നില്ല. അവിടെ ഒരു മാസത്തിൽ 2 നടത്തുന്നു, 1-2. അവിടെ നടത്തുമ്പോൾ ഒരു ക്യാമ്പിൽ ഒരു 50-60 ആളുകളെ പങ്കെടുപ്പിക്കാൻ പറ്റുന്നു. ഇങ്ങനെ ഈ ബ്ലോക്ക് ലെവൽ ക്യാമ്പ് പങ്കെടുപ്പിക്കുമ്പോൾ 200-ലധികം ആളുകളെല്ലാം പങ്കെടുക്കുമ്പോൾ അപേക്ഷയ്ക്ക് കുറച്ച് നമുക്ക് കുറവായിട്ട് ആളുകൾക്ക് ഏറ്റവും വലിയ ഉപകാരമായിട്ട് തീരുന്നതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ക്യാമ്പ് ഇനിയും നടത്തുന്നതെന്ന് പറഞ്ഞിട്ടില്ല. മാർച്ച് മാസത്തിലും കൂടെ 2 ക്യാമ്പ് നടത്തുമ്പോൾ അപേക്ഷയെല്ലാം ഒരു പരിധിവരെ കുറവായിട്ട് കാണും. കാസർഗോഡ് ജനറൽ ആശുപത്രി, കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിലാണ് നിലവിൽ ഇത്തരം ക്യാമ്പുകൾ നടക്കുന്നത്. എന്നാൽ മാസത്തിൽ 1-2 തവണ മാത്രമേ ഇത്തരത്തിലുള്ള അപേക്ഷകൾ സ്വീകരിക്കാറുള്ളൂ. ഇവിടങ്ങളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് പരിമിതികളുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉദുമ.